ഹലോ ഡിയർ ഫ്രണ്ട്സ്, ക്യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഒരു കോടി ജനങ്ങളിലോട്ട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യുനൈറ്റ്സ് അക്കാദമി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നമ്മൾ ഒരു AI ടൂളിനെ കുറിച്ച് പരിചയപ്പെടുകയാണ്. ആ AI ടൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? PPT പ്രസന്റേഷൻ ഒക്കെ വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇടുന്ന സമയം ചെലവഴിച്ച് നമ്മൾ കണ്ടന്റും പ്രിപ്പറേഷനും സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കേണ്ട സമയം കൊണ്ട് നമുക്ക് വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ 1, 2, 3 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രസന്റേഷൻ AI ഉപയോഗിച്ച് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ടൂൾ എന്നുള്ളത് ഗാമ എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിന്റെ ക്രോമിൽ കയറിയിട്ട് എന്ത് ചെയ്യുക? ഗാമ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗാമ AI എന്നാണ് ആ ടൂളിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഗാമയിൽ എന്നുള്ള ടൂള് നമ്മൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്ന ഗാമ GAMME എന്നാണ്. ബെസ്റ്റ് AI പ്രസന്റേഷൻ മേക്കർ ആൻഡ് വെബ്സൈറ്റ് ബിൽഡർ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഇന്റർഫേസ് ഈ രൂപത്തിലാണ് വരുന്നത്. വെൽക്കം ടു ഗാമ 3.0. ടോക്ക് ടു യുവർ കണ്ടന്റ് വിത്ത് ഗാമ ഏജന്റ്, ഇന്റഗ്രേറ്റ് വിത്ത് ഗാമ API. ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ പറയുന്ന ലേൺ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലേൺ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഗാമയുടെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കാണ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഇന്റർഫേസ് വരികയാണെങ്കിൽ കൂടുതൽ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഹോം പേജിലോട്ട് ഒന്ന് പോവാം. നിങ്ങൾക്ക് ആദ്യം ഇതിലൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് നിങ്ങളൊരു മെയിൽ ID, ഗൂഗിളിന്റെ മെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം. നോർമലി എല്ലാ ആപ്പും നിങ്ങൾ സൈൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് കാണാൻ പറ്റുക. ഓക്കെ, ഇത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ന്യൂ ഫ്രം ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ സൈറ്റ്സ്, AI ഇമേജസ്, ഷെയർഡ് വിത്ത് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ലെവലിലാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ക്രിയേറ്റ് വിത്ത് AI എന്ന് പറഞ്ഞിട്ട് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ്, ജനറേറ്റ്, ഇമ്പോർട്ട് ഫയൽ ഓർ URL എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. പ്രസന്റേഷൻ ആണ്, വെബ് പേജ് വേണോ, ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, വാട്ട് യു വുഡ് ലൈക്ക് ടു ക്രിയേറ്റ് ടുഡേ, ഇന്ന് എന്താണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രസന്റേഷൻ ആണ്, വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാമ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗാമ യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാമ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രസന്റേഷൻ ആണ്. അപ്പോൾ പ്രസന്റേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റേഷൻ തയ്യാറാക്കി തരാനുള്ള സെറ്റപ്പിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ പ്രസന്റേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രസന്റേഷൻ സെലക്ട് ചെയ്തിട്ട് എന്തിനെ കുറിച്ചാണ് പ്രസന്റേഷൻ വേണ്ടത്? അപ്പോൾ സപ്പോസ് ഞാൻ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ I want to create a presentation about a 7-day workshop on AI ടൂൾസിനെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം? ഒരു AI വർക്ക്ഷോപ്പിന് വേണ്ടി പ്രസന്റേഷൻ എനിക്ക് തയ്യാറാക്കി തരണം എന്നുള്ളതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സബ്ജക്റ്റ് കൊടുത്തു. എന്നിട്ട് ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഗാമ നമുക്ക് വേണ്ടി പറഞ്ഞിരുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള ഔട്ട്ലൈൻ, അപ്പോൾ 7-day പ്രസന്റേഷൻ ആണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ Day 1, Day 2, Day 3 എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഔട്ട്ലൈൻ തയ്യാറാക്കി തരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, AI വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടുള്ള 7-day പ്രസന്റേഷൻ ആണ് വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് Day 7 വർക്ക്ഷോപ്പ് ഓൺ AI ടൂൾസ് എംപവറിംഗ് യുവർ ഫ്യൂച്ചർ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്
എന്നാൽ ഡേ 1 അതാണ് വേണ്ടത്. വൈ AI ടൂൾ മാറ്റേഴ്സ് ടുഡേ ഡേ 1 അത് 2 ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഡേ 1 എന്താണ് കവർ ചെയ്യേണ്ടത്, ഡേ 2 എന്താണ് കവർ ചെയ്യേണ്ടത്, ഡേ 3 എന്താണ് കവർ ചെയ്യേണ്ടത്, വീഡിയോ ക്രിയേഷൻ, പ്രൊഡക്ടിവിറ്റി ഓട്ടോമേഷൻ, അങ്ങനെ ഡേ 7 ഈ ദിവസത്തെ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ദർ പോയിന്റ്സ്, ടോപ്പിക്സ് മാത്രമല്ല നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതും കൂടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് കാർഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് അമർത്തിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഡേ 1 ഓരോ ടോപ്പിക് വൈസ് ഹെഡ്ലൈൻസ് നമുക്ക് തന്നു, അതിലുള്ള പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും എഡിറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കസ്റ്റമൈസ് യുവർ ഗാമ എന്ന് പറഞ്ഞ ടെക്സ്റ്റ്, അപ്പോൾ ടെക്സ്റ്റിന്റെ ഫോമാറ്റുകൾ ഏത് തരത്തിലുള്ള ടെക്സ്റ്റുകളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വിഷ്വൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾക്ക് പ്രസന്റേഷന് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ടൈറ്റിൽ, ബോഡി അല്ലെങ്കിൽ വ്യത്യസ്ത വിഷ്വൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇമേജ് സോഴ്സ് ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടാണ് തരേണ്ടത് ചോദിച്ചിട്ടുണ്ട്. ഓട്ടോ ഞാൻ ഇവിടെ ഇമേജസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇമേജ് മോഡൽ ഓട്ടോ സെലക്ട് ഏത് തരത്തിലുള്ള മോഡലുകളാണ് നിങ്ങളുടെ പ്രസന്റേഷൻ ഉപയോഗപ്പെടുത്തേണ്ടത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3D മോഡൽ, ഫോട്ടോ ഇലിസ്ട്രേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇല്ലസ്ട്രേഷൻ സെലക്ട് ചെയ്യാം, ഫോട്ടോ റിയലിസ്റ്റിക് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി കൂടുതൽ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആഡ് കീവേഡ്സ് ലൈക്ക് ആഡ് എക്സ്ട്രാ കീവേഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഇൻ ഇമേജ് ആൻഡ് സ്റ്റൈലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ജനറേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ തന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു. എന്നിട്ട് നമ്മൾ അടുത്തതിലോട്ട് പോകുന്ന ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി തരാണ് ഗാമ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7-day വർക്ക്ഷോപ്പ് ഓൺ AI ടൂൾസ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള റൈറ്റ് ഇമേജസ് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താ വരുന്നത് നോക്കാം. യെസ്, പ്രസന്റേഷൻ ആണ് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ളത്. വൈ AI ടൂൾസ് മാറ്റേഴ്സ്, ഇൻഡസ്ട്രി ട്രാൻസ്ഫോർമേഷൻ, വർക്ക് ഇവാലുവേഷൻ, പ്രാക്ടിക്കൽ സ്കിൽസിനൊക്കെ വേണമെങ്കിൽ AI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഒരു AI ടൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബെസ്റ്റ് പ്രസന്റേഷൻ ആണ്. അതിന് വേണ്ടിയുള്ള റിയലിസ്റ്റിക് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഡേ 2 എന്ത് കവർ ചെയ്യണം, ChatGPT, Jasper AI, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഗാമ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ ടൂൾസ് വരെ കവർ ചെയ്യണം എന്നുള്ള അടക്കം നമുക്ക് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൂൾ നമുക്കും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആ ലെവലിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ക്രിയേഷന് വേണ്ടി ഏതൊക്കെ ടൂൾ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് പറയേണ്ടത്, അതിൻ്റെ വിത്ത് വിഷ്വൽസ് അടക്കം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. DALL-E, Midjourney, റൺവേ, വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ്. അപ്പം അങ്ങനെ 7 ദിവസം വർക്ക്ഷോപ്പിന് വേണ്ടിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നു എന്നുള്ളതാണ് അല്ലേ. ഓരോന്നും ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡേ 7 വന്നു. യെസ്, അങ്ങനെ ബിൽഡിംഗ് യുവർ AI ടൂൾ കിറ്റ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ലെവലിൽ നമുക്ക് പ്രസന്റേഷൻ നമുക്ക് തയ്യാറാക്കി തന്നതാണ്. പേഴ്സണൽ AI ക്യൂറേഷൻ, കണ്ടിന്യൂസ് ലേണിംഗ്, യുവർ AI ജേർണി ബിഗിൻസ് നൗ, പ്രസന്റേഷൻ ട്രാൻസ്ഫോർമേഷൻ, ഇന്നോവേഷൻ എക്സലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു പ്രസന്റേഷൻ നമുക്ക് തയ്യാറാക്കി തന്നു എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ദ തിങ്. അപ്പോൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു പ്രസന്റേഷൻ തയ്യാറാക്കണമെങ്കിൽ ഒരു പണിയില്ല അല്ലേ. ആ ലെവലിൽ നമുക്കിവിടെ കാര്യങ്ങൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക്, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഗാമനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ഗാമ. ദെൻ ഇതിൽ ഒന്നുകൂടി കൂടുതൽ ഫീച്ചേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ടോൺ മാറ്റണമെങ്കിൽ, കളർ ഇമേജസ് മാറ്റണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ഡയഗ്രാം കൊടുക്കണമെങ്കിൽ അത് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. പൈ ചാർട്ടുകൾ, ഗ്രാഫുകൾ കൊടുക്കാൻ അതിന് ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ അല്ലെങ്കിൽ മീഡിയ ആഡ് ചെയ്യണമെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രെയിം ആൻഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജസ്റ്റ് ഒരു നമ്മുടെ തീം കൊടുത്തുകൊണ്ട് നമുക്കൊരു പ്രസന്റേഷൻ വളരെ ഭംഗിയായിട്ട് ഗാമ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ തിങ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.